അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലാസ്റ്റ് സംഭവിക്കുന്ന ഒരു കാര്യം യേശു പറഞ്ഞത് അവിടെയുണ്ട്. സകല പെട്ടെന്ന് വായിച്ചു. സകല ജാതികളെയും യേശുവിൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും. എന്നിട്ട് ഒരു കൂട്ടരെ വലത്തും നിർത്തും. ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. ചെമ്മരിയാട് അനുഗ്രഹത്തിൻ്റെ, കോലാട് ശാപത്തിൻ്റെ. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറയുകയാണ് അടുത്തത്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് രാജ്യം അവകാശമാക്കിക്കൊള്ളും. ഇടത്തുള്ളവരോട് എന്ത് പറയും? ശപിക്കപ്പെട്ടവര്, എന്നെ വിട്ട് അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അപ്പോ പഴയ നിയമത്തിൽ പെട്ടകം കൊണ്ടുവന്ന് വെച്ചിട്ട് ഏബാൽ പർവ്വതം, ഗെരിസീം പർവ്വതം 2 സൈഡിലായിട്ട് 2 നിർത്തി. നടുക്കു പെട്ടകം. ഒന്ന് അനുഗ്രഹം, ഒന്ന് ശാപം, ഒന്ന് അനുഗ്രഹം എന്നതുപോലെ പെട്ടകം നിഴലാണ്. പൊരുളായ യേശു ക്രിസ്തു ഒരു ദിവസം നിൽക്കും. അന്ന് ഇടത്തും കൂട്ടും വലത്തും കൂട്ടും. ഇടത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ, വലത്തുള്ളവരോട് പറയും അനുഗ്രഹിക്കപ്പെട്ടവരെ. മനസ്സിലായോ? എവിടെ തുടങ്ങി? തുടക്കം മുതൽ ഒടുക്കം വരെ ഈ പെട്ടകം നിഴലായിട്ട് ഒത്തിരി സത്യങ്ങളെ വിളിച്ചു പറഞ്ഞു. ആ സത്യം ജീസസ് ക്രൈസ്റ്റ്. നമുക്കത് പൊരുളായി വെളിപ്പെട്ട് കിട്ടിയതോർത്ത് സ്തോത്രം ചെയ്യാം. അവസാനം വരെയും എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി ദൈവം നമ്മളെ കണ്ണിന് മുമ്പിൽ വരച്ചിരിക്കെ ആ നിത്യത നഷ്ടപ്പെടുത്തരുത്. ആ നിത്യ അനുഗ്രഹം നഷ്ടമാകരുത്. ഒരു നിമിഷം കണ്ണ്